ഒരു ഉള്ളിവടയുടെ റെസിപ്പി നോക്കിയാലോ. അതിന് ഉപ്പിട്ടിട്ട് കുറച്ച് ഒരു 2 സവോള ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടി എടുക്കണം. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 2 പച്ചമുളക്, അതായത് നമ്മുടെ എരിവിന് അനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ അതിലേക്ക് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ കരിവേപ്പിലയും, പിന്നെ മല്ലിയില ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. മലയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടുക. പിന്നെ അതിനകത്തേക്ക് 1/4 കപ്പ് കടലമാവ്, പിന്നെ ഇടേണ്ടത് ആ കടലമാവിൻ്റെ അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും ചേർക്കണം. അരിപ്പൊടി ചേർക്കുന്നത് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കായപ്പൊടി, അതേപോലെ തന്നെ മസാലപ്പൊടി ഓപ്ഷണലാണ്. അതൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ. അത് കൂടുതൽ ഇടരുത്, ഒരു 1/2 ടീസ്പൂൺ. അതിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം, വെള്ളം ഒഴിക്കരുത്. സവോളയിൽ വെള്ളമുണ്ട്. പിന്നെ നന്നായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്കിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുത്താൽ മതി. അതായത് ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം മൂത്തതിന് ശേഷം മാത്രമേ തിരിച്ചിടാവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് എല്ലാം കൂടി എണ്ണയിൽ കലങ്ങിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടുക. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് 2 സൈഡും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.